ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനി കാഹളം കുമാരനെ കാണണമെന്ന് പറഞ്ഞ് അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി. എന്തിനാണ് മാഡം എന്നെ കാണണമെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു, അതെ, കുമാരേട്ടനെ പോലെയുള്ള ആളുകളാണ് സാധാരണക്കാരുടെ ഇടയിൽ അവരുമായി കൂടുതൽ അടുത്തിടപഴകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾ അറിയണമെങ്കിലും അവരുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിലും കുമാരേട്ടനെ പോലെയുള്ളവർക്ക് വേഗം സാധ്യമാകും. അതുകൊണ്ട് എനിക്ക് ഒരു സഹായം വേണം. ആ ഹോസ്പിറ്റലിൽ നടക്കുന്ന അഴിമതി കണ്ടെത്തണമെങ്കിൽ പുറത്തു നിന്ന് നമ്മൾ വെറുതെ വിളിച്ച് പറഞ്ഞാൽ പോരാ, മറിച്ച് അതിനുള്ളിലേക്ക്, ആ സിസ്റ്റത്തിനുള്ളിലേക്ക് കയറിയാൽ മാത്രമേ അതിനകത്ത് നടക്കുന്ന യഥാർത്ഥ ചതികളും അതിൽ നടക്കുന്ന തട്ടിപ്പുകളും എന്താണെന്ന് കണ്ടെത്താൻ കഴിയൂ. അപ്പോൾ അതിന് എനിക്കൊരു സഹായം വേണം എന്ന് പറഞ്ഞപ്പോൾ കുമാരേട്ടൻ ചോദിച്ചു, അവിടെ മേഡത്തിന് കയറണമെങ്കിൽ അവിടെ കയറിക്കൂടാൻ ഒരു പേഷ്യന്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ മേഡം വീട് വെച്ച് കൊടുക്കാമെന്ന് സംബന്ധിച്ച് ആ ദീപുവിന്റെ അച്ഛനുണ്ടല്ലോ, അയാൾ ഇപ്പോഴും ആ ഹോസ്പിറ്റലിൽ തന്നെയാണുള്ളത്. അയാളുടെ നടുവിന് നട്ടലിന് ഒരു ഓപ്പറേഷൻ ഉണ്ട്. അതിനുവേണ്ടി അയാൾ അവിടെ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. പണത്തിന്റെ പ്രശ്നം കൊണ്ടാണ് ഓപ്പറേഷൻ നടക്കാതിരിക്കുന്നത്. അതുകൊണ്ട് അയാളെ തന്നെ വേണമെങ്കിൽ ഈ ഒരു കാര്യത്തിന് നമുക്ക് ഉപയോഗിക്കാം മേഡം എന്ന് പറഞ്ഞപ്പോ, ശരി, അങ്ങനെ തന്നെ ആയിക്കോട്ടെ, എന്തായാലും ദീപുവിന്റെ അച്ഛന്റെ ഓപ്പറേഷന് വേണ്ടിയുള്ള പണം ഞാൻ കൊടുത്തോളാം. അത് ഓപ്പറേഷന് വേണ്ടി അവർ എത്രയും വേഗം റെഡി ആയിക്കോളാൻ പറഞ്ഞേക്കൂ. പിന്നെ അതിനിടയിൽ അവിടെ നടക്കുന്ന ഇത്തരത്തിലുള്ള അഴിമതി എന്തൊക്കെയാണെന്ന് എനിക്ക് കണ്ടെത്തണം. അതിന് ഈ ദീപുവിന്റെ അച്ഛന്റെയും കുടുംബത്തിന്റെയും സഹായം തനിക്ക് വേണമെന്നും ഇതിലൂടെ മാത്രമേ ഇപ്പോൾ ജനങ്ങൾ നേരിടുന്ന ആ ഹോസ്പിറ്റലിൽ മാത്രം നടക്കപ്പെടുന്ന ആ അഴിമതി കൃത്യമായി കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അതിന് കുമാരേട്ടന്റെ സഹായം തീർച്ചയായിട്ടും വേണമെന്ന് പറഞ്ഞപ്പോ, ഇത് എനിക്ക് തന്നെ വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്, വലിയ അഭിമാനം തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് മേഡത്തിനൊപ്പം തനിക്ക് നിൽക്കാൻ കഴിയുന്നു എന്നുള്ളത്. അതുകൊണ്ട് എന്നാലാകുന്ന എന്ത് സഹായം ഞാൻ ചെയ്യാം മേഡം എന്ന് പറഞ്ഞ് കുമാരേട്ടൻ ഉറപ്പ് നൽകുന്നു. എന്റെ ജീവൻ പൊലിയുന്നത് വരെ ഇതുപോലെയുള്ള ഏത് പ്രവൃത്തികൾക്കും ഞാൻ ഒപ്പം ഉണ്ടാവും എന്ന് കുമാരൻ ഉറപ്പ് നൽകുമ്പോൾ ശാലിനി പറഞ്ഞു, കുമാരേട്ടനെ പോലെയുള്ളവർ അങ്ങനെ വേഗം ഇല്ലാതാകേണ്ടവരല്ല, മറിച്ച് ഈ സമൂഹത്തിന് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന സാധാരണ ജനങ്ങളുടെ എപ്പോഴും താങ്ങും തണലുമായി കൂടെ ഉണ്ടാകേണ്ടതാണ് എന്ന് ശാലിനി അറിയിച്ചു. ശരി മാഡം, ഞാൻ എന്ത് സഹായത്തിനും ഒപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങി. ആ സമയത്ത് വേലായുധൻ നേരെ ചന്ദ്രയുടെയും നിർമ്മലയുടെ അരികിലേക്ക് എത്തി. എന്നിട്ട് ശിവനെ വിളിച്ചു നോക്കിയിട്ട്, ശിവനെ കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങൾ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോ വീണ്ടും ശിവനെ വിളിച്ചു നോക്കിയിട്ട് പറഞ്ഞു, അതെ, വലിയ പ്രശ്നമൊന്നുമില്ല, ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക, ഇപ്പോ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ടതും ചന്ദ്ര ചോദിച്ചു, അല്ല, റാണിയുടെ അച്ഛനത് ആരെക്കുറിച്ച് ഈ പറയുന്നത് എന്ന് ചോദിച്ചതും, വേറെ ആരെക്കുറിച്ചാ, മഹേന്ദ്ര സാറിനെ കുറിച്ച് ഞാൻ ഈ പറയുന്നത്, മഹേന്ദ്ര മുതലാളിയെ കുറിച്ച് എന്ന് പറഞ്ഞപ്പോ നിർമ്മലയും ചന്ദ്രയും ഞെട്ടി. അച്ഛനെ കുറിച്ചോ? എന്താ എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോ, ഇന്നലെ വൈകിട്ട് നമ്മുടെ റോഡ് പണി നടക്കുന്ന ആ വഴിയിലുണ്ടല്ലോ, അവിടെ കാറ് മരത്തിലിടിച്ച് നിന്നിരുന്നോ? ഞങ്ങള് ചെന്ന് നോക്കിയപ്പം അതിൽ വണ്ടി ഇടിച്ചിട്ട് ബോധം കെട്ട് നിലത്ത് വീണ് കിടക്കുകയായിരുന്നു. വേഗം തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഇപ്പൊ വേറെ പ്രശ്നമൊന്നുമില്ല, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് എന്നറിയിച്ചു. അയ്യോ, എന്നിട്ട് എന്താ പറയാതിരുന്നത്? ഏത് ഹോസ്പിറ്റലാ എന്ന് ചോദിച്ചപ്പം സിറ്റി ഹോസ്പിറ്റലാണെന്ന് വേലായുധം പറഞ്ഞു കൊടുത്തു. അങ്ങനെ കൃത്യം വിവരങ്ങൾ അറിഞ്ഞ് ചന്ദ്രയും നിർമ്മലയും കൂടി ഹോസ്പിറ്റലിലേക്ക് വേഗം അവിടുന്ന് പുറപ്പെട്ടു. അതിനിടയിൽ ശിവനെ അവർ വിളിച്ചു നോക്കിക്കൊണ്ടേയിരുന്നു. ശിവനെ കിട്ടാത്തതുകൊണ്ട് വേലായുധം പറഞ്ഞു, ഞാൻ എന്തായാലും വന്ന ഓട്ടോയിൽ നിങ്ങൾ തന്നെ കയറി പോയിക്കോ, ഇവിടെ അല്ലെങ്കിൽ വണ്ടി കിട്ടാൻ ഇനി പ്രയാസമാണ് എന്ന് പറഞ്ഞ് വേഗം ആ ഓട്ടോയിൽ തന്നെ അവരെ അയാൾ പറഞ്ഞയച്ചു. അപ്പോഴേക്കും വിഷ്ണുവിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി ഡോക്ടറെ കാണുവാനായി രേഷ്മയും ശിവനും കൂടി അവിടേക്ക് പോകാൻ തയ്യാറായി. രേഷ്മ ശിവനെ കാണാത്തത് കൊണ്ട് ആകെ ടെൻഷനോടെ ഇരിക്കുകയായിരുന്നു. ഉടനെ തന്നെ ശിവനുമായിട്ട് രേഷ്മ വേഗം തന്നെ ഡോക്ടറുടെ അരികിലേക്ക് എത്തിയതും ജയരാമൻ ഡോക്ടറെ കണ്ടപ്പോഴേക്കും, ഡോക്ടർ, ഞങ്ങള് വിഷ്ണുവിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി വന്നതാണ്. അന്ന് ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതും ഓപ്പറേഷന് വേണ്ടി ഇവിടെ റൂം എടുത്തപ്പോഴൊക്കെ ശ്രീകുമാർ എന്നൊരു കള്ളപ്പേരിലാണ് എടുത്തിരുന്നത്. അന്നത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേരെടുക്കേണ്ടി വന്നത്. ഇവിടെ ഇപ്പോ ഈ ഒരു അവസ്ഥയിൽ ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ വിഷ്ണുവിന്റെ ഒറിജിനൽ പേര് തന്നെ അവരതിൽ എഴുതിക്കില്ലേ? വിഷ്ണു എന്നുള്ള പേര് തന്നെ കിട്ടത്തില്ല ഡോക്ടർ എന്ന രേഷ്മ സംശയത്തോടെ ചോദിക്കുമ്പോഴേക്കും ജയദേവൻ ഡോക്ടർ പറഞ്ഞു, അതെ, അന്ന് ശ്രീകുമാർ എന്ന പേരിലാണ് ഇവിടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തെങ്കിലും മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാനത് വിഷ്ണു എന്ന പേരിൽ തന്നെയായിരുന്നു ഡെത്ത് സർട്ടിഫിക്കറ്റ് അന്ന് കൊടുത്തിരുന്നത്. കാരണം അങ്ങനെ ഒരു പേരിൽ, കള്ളപ്പേരിൽ കൊടുക്കുന്നത് നമ്മൾ ആ മരിച്ച വ്യക്തിയോട് കാണിക്കുന്ന അനാദരവല്ലേ?
അതുകൊണ്ട് ഒറിജിനൽ പേര് തന്നെയാണ് ഞാൻ അന്ന് കൊടുത്തത് എന്ന് ഡോക്ടർ അറിയിച്ചു. എന്തായാലും വൈരമുത്ത് എന്നോട് കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. അതുകൊണ്ട് കൃത്യമായിട്ട് എനിക്ക് പേപ്പേഴ്സ് ഒക്കെ റെഡിയാക്കാൻ സാധിച്ചു. എന്തായാലും ഇനി അധികം താമസിക്കില്ല, ഒരു 10-20 മിനിറ്റ് അതിനുള്ളിൽ നിങ്ങൾക്ക് പേപ്പേഴ്സ് കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് പോവാം എന്നറിയിച്ചു. അത് കേട്ടതോടെ രേഷ്മ ഡോക്ടറോട് നന്ദി പറഞ്ഞു. അപ്പോഴും വിഷ്ണുവിന്റെ ആ ഹാർട്ട് തന്റെ ശരീരത്തിലുണ്ട് എന്നുള്ള കാര്യം അറിയാതെ ശിവൻ അപ്പോഴും താൻ അവിടെ ആ ഡോക്ടറോട് സംസാരിച്ചതായിട്ടും അവിടെ വന്നിരുന്ന സംസാരിച്ച കാര്യങ്ങളൊക്കെ ആയിട്ട് അതുപോലെ തന്നെ ഡോക്ടർ ഓർത്തെടുത്തു. ഡോക്ടറോട് സംസാരിച്ചതൊക്കെ പെട്ടെന്ന് വിഷ്ണുവിന്റെ മനസ്സിൽ അതങ്ങനെ മായാതെ കിടക്കുന്നതുകൊണ്ട് ശിവന്റെ ഓർമ്മകളിലെ ആ ഒരു ചിത്രം ഓടി. അതെല്ലാം ഓർത്ത് ശിവൻ വേഗം പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടുമല്ലോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഉടനെ തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങി ഇവിടെ നിന്ന് മടങ്ങാമെന്ന് ഡോക്ടർ ഉറപ്പ് നൽകി. അതോടെ ശിവൻ പറഞ്ഞ് രേഷ്മയും ശിവനും കൂടി അവിടെ നിന്ന് ഇറങ്ങി. ഡോക്ടറെ പറഞ്ഞനുസരിച്ച് ആ സർട്ടിഫിക്കറ്റ് മേടിക്കാനായി രേഷ്മ അകത്തേക്ക് പോയപ്പോഴേക്കും ഈ സമയത്ത് ഹോസ്പിറ്റലിൽ മഹേന്ദ്രന്റെ അരികിലേക്ക് നിർമ്മലയും ചന്ദ്രയും കൂടി എത്തിയത്. ചന്ദ്രയും നിർമ്മലയും കൂടി അരികിലേക്ക് വന്നപ്പോഴേക്കും മഹേന്ദ്രൻ പറഞ്ഞു, നിങ്ങൾ സങ്കടപ്പെടുവൊന്നും വേണ്ട, എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് മഹേന്ദ്രൻ അവരെ ആശ്വസിപ്പിച്ചു. അപ്പോഴും മഹേന്ദ്രന്റെ ആ കിടപ്പ് കണ്ട് നിർമ്മല പൊട്ടിക്കരയുമ്പോഴേക്കും, അതെ നിങ്ങളിങ്ങനെ വിഷമിക്കൊന്നും വേണ്ട, സത്യത്തിൽ നിങ്ങളോട് ഞാനൊന്ന് വഴക്കുണ്ടാക്കി നിങ്ങളെ വീട്ടിലൊന്ന് പുറത്താക്കിയല്ലോ, അപ്പോ അത് കണ്ട് ഈശ്വരൻ തീരുമാനിച്ചു കാണും എന്നാ ഇവനിട്ടൊരു പണി കൊടുത്തേക്കാവുന്ന, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പണി എനിക്കിട്ട് തന്നത്. സത്യത്തിൽ പണ്ടൊക്കെ ആയിരുന്നു ഈശ്വരൻ പിന്നെ പിന്നെ എന്ന് പറഞ്ഞിരുന്നത്, എന്നാൽ ഇപ്പോ ഓൺ ദ സ്പോട്ടിലാണ് തിരിച്ച് പണി കൊടുക്കുന്നത്, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് മഹേന്ദ്രൻ ചന്ദ്രയോടും നിർമ്മലയോടും സങ്കടത്തോടെ പറഞ്ഞു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞതും ചന്ദ്രയും നിർമ്മലയും സമാധാനത്തോടെ ഇരിക്കാനായിട്ട് മഹേന്ദ്രനെ സമാധാനപ്പെടുത്തുമ്പോഴേക്കും മഹേന്ദ്രൻ പ്രതീക്ഷയോടെ പുറത്തേക്ക് നോക്കി. ശിവൻ എവിടെ എന്ന് അന്വേഷിച്ചപ്പോ ചന്ദ്ര പറഞ്ഞു, ഏട്ടൻ സ്ഥലത്തില്ലച്ചാ, ഏട്ടൻ വിവരം അറിഞ്ഞിട്ടില്ല, ഏട്ടൻ അറിഞ്ഞാൽ ആ നിമിഷം ഓടിയെത്തില്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും, വേണ്ട, നിങ്ങൾ എന്നോട് കള്ളമൊന്നും പറയില്ല, എനിക്കറിയാം ഞാൻ അവന്റെ ബദ്ധശത്രുവാണല്ലോ, അതുകൊണ്ട് അവന്റെ നമ്പർ 1 ശത്രു ഞാനല്ലേ, അപ്പോൾ പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അവൻ തീർച്ചയായിട്ടും എന്നെ അന്വേഷിച്ച് വരത്തൊന്നുമില്ല, അതെനിക്കറിയാം എന്നെല്ലാം പറഞ്ഞ് ആകെ വിഷമത്തോടെ അക്കാര്യം ചിന്തിച്ചുകൊണ്ട് തന്നെ അന്വേഷിച്ച് അവനെന്തായാലും വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് മഹാദേവൻ സങ്കടപ്പെടുമ്പോഴേക്കും അവിടെ നിന്ന് നേഴ്സ് പറഞ്ഞു, അതെ ഇനി ഇവിടെ ഇങ്ങനെ അധികം നേരം നിൽക്കാൻ പാടില്ല, ഇവിടെ നിന്ന് അധികം നേരം സംസാരിച്ചാലേ ഡോക്ടർ വരുമ്പോഴേക്കും വഴക്കുണ്ടാക്കും, അതുകൊണ്ട് നിങ്ങൾ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ് നേഴ്സ് ഇരുവരോടും അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് അറിയിച്ചു. പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ നിർമ്മല ചന്ദ്രയോട് പറഞ്ഞു, മോളെ നീ ശിവനെ ഒന്ന് വിളിച്ചു നോക്ക്, അവനെ കിട്ടുമോ നോക്ക് എന്ന് പറഞ്ഞതും ചന്ദ്ര വേഗം ശിവന്റെ ഫോണിലേക്ക് വിളിച്ചു. അപ്പോഴേക്കും രേഷ്മ ഡെത്ത് സർട്ടിഫിക്കറ്റ് മേടിക്കാനായിട്ട് ഓഫീസിലേക്ക് കയറിപ്പോയ സമയത്ത് ശിവൻ പുറത്ത് നിൽക്കുകയായിരുന്നു. ശിവന്റെ ഫോണിലേക്ക് കോള് വന്നതും ചന്ദ്രയാണെന്ന് കണ്ടതോടെ വേഗം കോൾ അറ്റൻഡ് ചെയ്തു. എന്താ ചന്ദ്രേ, എന്താ മോളെ നീ വിളിച്ചത് എന്ന് ശിവൻ അന്വേഷിച്ചപ്പോൾ ചന്ദ്ര പറഞ്ഞു, ഏട്ടൻ എവിടെയാ എന്ന് ചോദിച്ചതും ഞാൻ കുറച്ച് ദൂരെയാണല്ലോ മോളെ എന്ന് മറുപടി നൽകി. അച്ഛന് ഒരു ആക്സിഡന്റ്, അച്ഛനിപ്പോ ഹോസ്പിറ്റലിലാ, അച്ഛൻ അന്വേഷിച്ചു, എത്രയും വേഗം ഏട്ടനിങ്ങി എത്തണം, ഏട്ടനെ കാണാനായിട്ട് അച്ഛൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇപ്പോ ഏട്ടൻ വരികയാണെങ്കിൽ ഈ പിണക്കവും പ്രശ്നങ്ങളും ഒക്കെ ഇതോടെ അവസാനിപ്പിക്കാനും കഴിയും, ഏട്ടനൊന്ന് വേഗം വാ എന്ന് പറഞ്ഞപ്പോ ശരി മോളെ, ഞാൻ എത്തിയാൽ ഉടനെ തന്നെ, ഞാൻ ഇവിടുന്ന് ഇറങ്ങിയാൽ നേരെ അങ്ങോട്ട് തന്നെയാ വരുന്നത് എന്ന് പറഞ്ഞ് ശിവൻ ഫോൺ വെച്ചു. അപ്പോഴേക്കും സർട്ടിഫിക്കറ്റും വാങ്ങിച്ച് രേഷ്മ അരികിലേക്ക് എത്തി. ശിവ സർട്ടിഫിക്കറ്റ് കിട്ടി എന്ന് പറഞ്ഞതും എന്നാ നമുക്ക് ഉടനെ തന്നെ പോണം രേഷ്മ എന്ന് പറഞ്ഞു. അല്ല എന്താ ശിവ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ആരെങ്കിലും ഹോസ്പിറ്റലിലോ മറ്റോ ആണോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ എൻ്റെ അച്ഛനൊരു ആക്സിഡന്റ്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ എന്നറിയിച്ചു. ഉടനെ തന്നെ ശിവൻ അവിടേക്ക് എത്തണമെന്ന് രേഷ്മയോട് അറിയിച്ചതും ഡോക്ടറെ കാണാൻ ഇനി ഡോക്ടറെ മറ്റും കാണേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് നമുക്കിപ്പോൾ തന്നെ ഇറങ്ങാമെന്ന് പറഞ്ഞ് രേഷ്മയും ശിവനും കൂടി അവിടെ നിന്ന് ഇറങ്ങി. ഈ സമയത്ത് ഡെയ്സി തൻ്റെ കയ്യിലിരുന്ന ശിവന്റെ ആ ഫോട്ടോ കയ്യിലെടുത്ത് ആ ഫോട്ടോയ്ക്ക് തീ കൊളുത്തുന്നു. ഫോട്ടോയെ നോക്കി ഡെയ്സി ശിവന്റെ ആ ഫോട്ടോയിലേക്ക് നോക്കി പറഞ്ഞു, നിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ നിന്നും എന്നേക്കുമായി പടിയിറക്കി വിട്ടു കഴിഞ്ഞു, ഇനി ഈ ഫോട്ടോ എൻ്റെ കയ്യിൽ ആവശ്യമില്ല, ഇനി നീ നിൽക്കേണ്ടത് അവൾക്കൊപ്പമാണ്, ആ ശാലിനിക്കൊപ്പം, കളക്ടറുടെ കൂടെ, അതുകൊണ്ട് ഇനി നിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ നിന്നും എൻ്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ശിവന്റെ ആ ഫോട്ടോ കത്തിച്ചു കളഞ്ഞുകൊണ്ട് ഇന്നു മുതൽ നീ എൻ്റെ ശത്രുവാണെന്ന് ഡെയ്സി ഉറക്കെ പറഞ്ഞ് ആ ഫോട്ടോ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോഴാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ദീപുവിന്റെ അച്ഛനെ നോക്കാനായിട്ട് അവിടുത്തെ അറ്റൻഡർ എത്തിയത്. തൻ്റെ
ഓപ്പറേഷന്റെ കാര്യത്തിന് എന്താടോ ഇങ്ങനെ അമാന്തം? എത്രയും വേഗം ഓപ്പറേഷൻ കിറ്റ് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് എന്താടോ വാങ്ങിക്കാത്തത് എന്ന് ചോദിച്ചപ്പോഴേക്കും, അതെ സാറേ, പൈസ ശരിയാകാത്തത് കൊണ്ടാ. അപ്പോ തന്റെ കൂട്ടത്തിൽ ആരും ഇല്ലേ എന്ന് ചോദിച്ചതും, എന്റെ ഭാര്യയുടെ അനുജത്തിയുണ്ട് സീത, അവളാ ഇവിടെ എനിക്കൊപ്പം നിൽക്കുന്നത്. എടി സീതേ എന്ന് അയാൾ ഉറക്കെ വിളിച്ചതും പെട്ടെന്ന് ശാലിനി വേഷം മാറി ഒരു കയ്യിലൊരു ഫ്ലാസ്ക് ഒക്കെ ആയിട്ട് ഒരു സാധാരണ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ പോലെ അവിടേക്ക് എത്തി. ഉടനെ അറ്റൻഡർ ചോദിച്ചു, നിങ്ങൾ എന്താ ഇങ്ങനെ ഒരു അമാന്തം കാണിക്കുന്നത് എന്ന് ചോദിച്ചതും, അതെ ഏട്ടാ, ഏട്ടന് വേണ്ടി ഞാൻ ചായ മേടിക്കാൻ പോയതാ, ദാ പഴംപൊരിയും മേടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അതവിടെ വെച്ചതും, എന്റെ സീതയെ നീ അതവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വന്നേ, ദേ ഈ സാറുമാരെന്തൊക്കെയോ പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ സീത അരികിലേക്ക് ചെന്നു. എന്താ സാറേ എന്ന് ചോദിച്ചപ്പോൾ അറ്റൻഡർ പറഞ്ഞു, അതെ നിങ്ങളിങ്ങനെ ഇയാളെ ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുകയാണോ? ഇനിയും വൈകിച്ചാലുണ്ടല്ലോ ഇയാളുടെ ജീവന് തന്നെ ആപത്തായിരിക്കും. ഇയാളെ നിങ്ങൾക്ക് ജീവനോടെ വേണ്ടേ? എത്രയും പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ നടത്തണം. നിങ്ങൾ എന്താ ഈ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഇങ്ങനെ അമാന്തം കാണിക്കുന്നത് എന്ന് ചോദിച്ചതും ശാലിനി വളരെ വിഷമത്തോടെ പറഞ്ഞു, സാറേ ഞങ്ങളുടെ കയ്യിൽ അധികം പണമൊന്നുമില്ല. ചേട്ടനെ ചികിത്സിക്കാനുള്ള പണത്തിന് വേണ്ടി ചേച്ചി ഓരോ വീട്ടിലും ജോലിക്ക് പോയാണ് പണം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാ താമസിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ പണം എത്തിക്കാം സാറേ എന്നറിയിച്ചു. അത് കേട്ടതും ഉടനെ അറ്റൻഡർ പറഞ്ഞു, ദേ സാർ ഇപ്പൊ ഇങ്ങെത്തും. എത്രയും പെട്ടെന്ന് തന്നെ ഇയാളുടെ ഓപ്പറേഷന് വേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലുണ്ടല്ലോ ഇയാളുടെ ജീവൻ തന്നെ ആപത്തിലാവും. നിങ്ങൾക്ക് പിന്നെ ഇവിടെ നിന്ന് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല എന്നെല്ലാം പറഞ്ഞ് ദേഷ്യത്തോടെ സീതയോട് അവർ സംസാരിച്ചു. ഉടനെ തന്നെ ഡോക്ടർ പരിശോധിക്കാനായിട്ട് അവിടേക്ക് എത്തി. ഡോക്ടർ വന്നതും വളരെ പ്രതീക്ഷയോടെ ഡോക്ടർ എന്താ പറയുന്നതെന്ന് അറിയാനേ ശാലിനി നോക്കി നിന്നു. ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, അതെ നിങ്ങൾ ഓപ്പറേഷൻ നടത്താൻ വില്ലിങ് ആണല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും ശാലിനി അതെ എന്ന് പറഞ്ഞു. എന്നാ ശരി, വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ദാ ഇയാളെ പറഞ്ഞു തരും. ഇവരെ സൂപ്രണ്ടിനെ ഒന്ന് സൂപ്രണ്ടിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോ എന്ന് പറഞ്ഞ് തോമസ് കുര്യൻ വേഗം തന്നെ ഡോക്ടർ അവിടുന്ന് അങ്ങനെ ഒരു കാര്യം അറ്റൻഡറെ പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ട് അവിടെ നിന്ന് പോയി. ഉടനെ ശാലിനി മനസ്സിൽ പറഞ്ഞു, എനിക്കും ഇത് തന്നെയാണോ വേണ്ടത്? തൻ്റെ തലപ്പത്തുള്ളവര് അതാരൊക്കെയാണെന്ന് എനിക്കറിയണം. അവരിലേക്ക് തന്നെയാണ് എൻ്റെ ഈ അന്വേഷണവും എന്ന് ശാലിനി മനസ്സിലുറപ്പിച്ചു. ഉടനെ തന്നെ ഡോക്ടർ അവിടുന്ന് പോയതിന് പിന്നാലെ അറ്റൻഡർ നേഴ്സും പറഞ്ഞു, അതെ നിങ്ങൾ ഓപ്പറേഷൻ തയ്യാറാണല്ലോ, എന്തായാലും വേഗം വാ, ഞങ്ങൾ സൂപ്രണ്ടിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാം. പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ നടത്തുന്നതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം പറയും എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് ശാലിനി തലകുലിക്ക് അങ്ങനെ നിന്നതും നേഴ്സ് പോയതിന് പിന്നാലെ അറ്റൻഡർ ശാലിനിയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ ഈ ഹോസ്പിറ്റലിൽ നടക്കുന്ന കൃത്രിമവും ശരിക്കും ഈ ഹോസ്പിറ്റലിന്റെ യഥാർത്ഥ അഴിമതിയും എന്താണെന്ന് ഇന്ന് താൻ കണ്ടെത്തുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ശാലിനി അറ്റൻഡർക്ക് പിന്നാലെ സൂപ്രണ്ടിനെ കാണുവാനായി പോകുന്നു.